ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു സ്പെഷ്യൽ പഴംപൊരിയുടെ റെസിപ്പി ആയാലോ? അല്പം എരിവും മധുരവും ഒക്കെയുള്ള ഒരു വെറൈറ്റി പഴംപൊരിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ആദ്യം തന്നെ 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മസാല ചേർത്തുള്ള പഴംപൊരിയാണ്. ഇവിടെ ഞാൻ 2 പഴം പൊരിക്കാനുള്ള മാവാണ് തയ്യാറാക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം, അല്പം ഉപ്പ്, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചോ മധുരത്തിനനുസരിച്ച് എടുക്കാം. ഇതിലേക്ക് കുറച്ച് എള്ള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. മുട്ട നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. എല്ലാം ഒരു സ്പൂൺ വെച്ച് നമുക്ക് ആദ്യം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് ഒരു ദോശയുടെ മാവിൻ്റെ രൂപത്തിൽ തയ്യാറാക്കിയെടുക്കണം. ഇവിടെ എനിക്ക് 1/2 ഗ്ലാസ് വെള്ളമാണ് ഈ മാവ് കലക്കാൻ ആവശ്യമായി വന്നത്. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചായ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പഴംപൊരി തയ്യാറാക്കിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരി നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കിയാൽ കിട്ടും. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചെടുത്തത് ചേർക്കുന്നുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് പഴംപൊരി തയ്യാറാക്കിയെടുക്കാം. ഇതിന് അത്യാവശ്യം നന്നായി പഴുത്ത പഴം ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒരു പഴം 2ആയി കീറിയെടുത്ത് നടുവിൽ കൂടി കീറിയെടുത്താണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് പഴംപൊരി തയ്യാറാക്കിയെടുക്കുന്നത്. ഫ്ലെയിം എപ്പോഴും പഴംപൊരി ഉണ്ടാക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് തയ്യാറാക്കാൻ പാടില്ല. പെട്ടെന്ന് പഴത്തിൻ്റെ കവറിങ്ങൊക്കെ ഫ്രൈ ആയി പോവും. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചുവിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മിക്കവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും, എന്നാൽ അറിയാത്തവർക്കായി ഷെയർ ചെയ്യുകയാണ്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കണം. ഞാൻ ചാനലിലിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾ പരമാവധി കാണാൻ ശ്രമിക്കുകയും വേണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.